ഇമാമത്തിൻ്റെയും ഇമാമിനോട് തുടർന്ന് നമസ്കരിക്കുന്നതിൻ്റെയും ആദാബുകളാണ്. ഷറഹിൽ പറയുന്നത് ഫളീലത്തുൽ ജമാഅ അഖ്റജൽ ഇമാമുൽ ബുഖാരി അൻ സയ്യിദ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാത്തുൽ ജമാഅത്തി തദ്ദിലു സലാത്തൽ ഫദ്ദി. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം എന്താകും? ഫളീലത്ത് ഏറിയതാണ്. ബി 27 ദറജ, 27 ദറജ. وأخرج مسلم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال فقد ناسا في بعض الصلاة. ചില നമസ്കാരത്തിൽ ചില ജനങ്ങളെ കാണുന്നില്ല, ജമാഅത്തിൽ പങ്കെടുക്കാതെ മുനാഫിഖീങ്ങളാണത്. ഫഖാല ഖദ് ഹമംതു, അപ്പോൾ തങ്ങൾ പറഞ്ഞെന്താ, ഞാൻ വിചാരിച്ചു പോയി, അൻ ആമുറ റജുലൻ അൻ യുസല്ലിയ ബിന്നാസ്, ജനങ്ങളെ കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കുക. അപ്പോൾ തങ്ങൾ ഒഴിവായി. സുമ്മ ഉഖാലിഫ ഇലാ റിജാലി യതഖല്ലഫൂന അൻഹ, നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തിരിഞ്ഞ ഒരു കൂട്ടർക്കുള്ള പോകാൻ. ഫആമുറ ബിഹിം ഫതുഹദ്ദിക ബിഹുസമിൽ ഹതബി ബുയൂതുഹും, അങ്ങനെ വിറകിൻ്റെ ഒരു കെട്ടുകൊണ്ടാന്നിട്ട് അവരെ വീടിനടക്കം തീ കൊടുക്കാം. എന്നുവെച്ചാൽ അത്രത്തോളം ഘോരമായി തങ്ങൾക്ക് ദേഷ്യം പിടിച്ചു. വലൗ അലിമ അഹദുഹും അന്നഹു യജിദു അദ്മൻ സമീനൻ, ആരും ഇന്ന് ഒരു എല്ലിൻ്റെ കഷ്ടം കിട്ടുമെന്ന് ചീരണി ഉണ്ട് എന്ന് കരുതിയാൽ ഇല്ല ഷഹിദഹ, ഇശാ നമസ്കാരത്തിൻ്റെ ഓടിയെത്തൂലേ, ഇന്ന് പള്ളിയിൽ ചീരണി ഉണ്ട് എന്ന് കണ്ടാൽ ഹാല നമ്മീരടുത്തേക്കാ ഞാൻ സലാത്തുൽ ഇശായിലേക്ക്. وأخرج مسلم عن سيدنا عثمان بن عفان رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول من شهد العشاء, ഒരാൾ ഇശാന്റെ ജമാഅത്തിന് ഹാജരായാൽ ഫകഅന്നമാ ഖാമ നിസ്ഫ ലൈലത്തിൻ, രാത്രിയുടെ പകുതി ഭാഗം നിന്ന് നമസ്കരിച്ചതിൻ്റെ പ്രതിഫലമാണ്. വമൻ ഷഹിദ സുബ്ഹ, സുബ്ഹി നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുത്ത ഫകഅന്നമാ ഖാമ ലൈലത്തൻ, രാത്രി മുഴുവനുമായി, രാത്രി 2 നിസ്കാരം അത്. വഖാല സഈദ് ഇബ്നുൽ മുസയ്യിബ് മൻ സല്ലാ സ്വലാത്തൻ ഫീ ജമാഅത്തിൻ ഫഖദ് മലഅ നഹദഹു ഇബാദതൻ, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സദർ മുഴുവനും, അവൻ്റെ നെഞ്ച് മുഴുവനും ഇബാദത്താൽ നിറച്ചു എന്നാണ്. വഖാല ഇത് മാ അദ്ദന മുഅദ്ദിനും മുൻദു 20 സന ഇല്ലാ വഅന ഫിൽ മസ്ജിദി, ഒരു മുഅദ്ദിന് 20 കൊല്ലമായി ബാങ്ക് കൊടുത്തിട്ടില്ല, ഞാൻ പള്ളിയിലുണ്ടായിട്ടില്ലാതെ. അത്ര ബാങ്കിന് മുമ്പ് തന്നെ ഷഹീദ് റളിയല്ലാഹുവിൻ്റെ പള്ളിയിലേക്ക് എത്തും. വഖാല മുഹമ്മദ് ബിൻ വാസിഅ തങ്ങൾ പറയുന്നു, മാ അസ്തഹി മിനദ്ദുന്യ ഇല്ലാ സലാസ, ദുന്യാവിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് 3 കാര്യം അല്ലാതെ വേറൊന്നുമില്ല. ഒന്ന് അഹൻ ഇൻ തഅവ്വജ്തു അഖാമിനി, എനിക്ക് വളവ് പറ്റിയാൽ എന്നെ നിവർത്തുന്ന നേരെയാക്കുന്ന ഒരു സ്നേഹിതൻ. വഖൂതൻ മിനർ റിസ്ഖി അഫ്വൻ ബിഗൈരി തബിഅത്തിൻ, മറ്റൊരാളുടെ ഹക്കടപാടൊന്നും ചേരാതെ കണ്ട് തനിച്ച ഒരു ഹലാലായ റിസ്ഖ് കിട്ടുക. 2 വസലാത്തൻ ഫീ ജമാഅത്തിൻ, ജമാഅത്തായിക്കൊണ്ടുള്ള നമസ്കാരം. ഇതാണ് എനിക്ക് ദുന്യാവിലാകെ വേണ്ടത്. യുർഫഉ അന്നി സഹ്വുഹ, അപ്പോൾ എനിക്ക് പറ്റുന്ന സഹവൽ എന്താക്കും? ജമാഅത്തിൻ്റെ ബർക്കത്ത് കൊണ്ടത് പരിഹരിക്കപ്പെടും. വയുക്തബ് ലി ഫദ്ലുഹ, മാത്രമല്ല ഫദ്ൽ എഴുതപ്പെടുകയും ചെയ്യും. വറവിയ അന്ന അബൂ ഉബൈദത ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അമ്മ ഖൗമൻ മറത്തൻ, ഒരു ദിവസം ഖൗമിന് ഇമാമത്ത് നിന്നു. ഫലമ്മൻ സറഫ, അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കാല പറഞ്ഞു, മാസാല ശൈത്താനു ബി ആനിഫൻ, ശൈത്താൻ എൻ്റെ അടുക്കൽ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഹത്താ റഅയ്തു അന്നലി ഫദ്ലൻ അലാ ഗൈരി, ഞാൻ ഇമാമത്ത് എന്ന വകയിൽ മറ്റുള്ള ആളെ അപേക്ഷിച്ച് എനിക്ക് ഫദ്ലുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിച്ചു. അപ്പം അതിലെന്താ വന്നത്? ഫദ്ലുണ്ടെന്നായി അത് എനിക്ക് തോന്നിപ്പിക്കാൻ വേണ്ടി ശൈത്താൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ലാ അഉമ്മു ബഅദഹ അബദ, ഇനി ഞാൻ ആയിരിക്കും ഇമാമത്ത് നിൽക്കുന്നില്ല എന്ന്. വഖാലൽ ഹസനു ലാ തുസല്ലു ഖൽഫ റജുലിൻ ലാ യഖ്തലിഫു ഇലൽ ഉലമാ, ഉലമാക്കന്മാരെ സമീപിക്കാത്ത ഒരു റജുലിനെ പിന്നെ ഇരിക്കേ വേണ്ട. എന്തെന്നാ ജാഹിലി.
വഖദ് ഖാല അൻ-നഖയ്യു മസലുല്ലദി യഉമ്മുൻ-നാസ ബിഗൈരി ഇൽമിൻ, ഇൽമില്ലാതെ കണ്ട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന ഒരാളെ ഉദാഹരണം മസലുല്ലദി യകീലുൽ മാഅ ഫിൽ ബഹരി ലാ യദ്രി സിയാദത്തുഹു മിൻ നുഖ്സാനിഹി, കടലിൽ നിന്ന് വെള്ളം അളക്കുന്ന ആളെ മാതിരിയാണ്. അത് എത്ര കൂടി എത്ര കുറഞ്ഞൊന്നും തിരിയില്ല. അപ്പോൾ ചുരുക്കത്തിൽ നിസ്കാരത്തിൽ അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യണമെന്ന് അയാൾക്ക് മസാല അറിയില്ല. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മൻ സമിഅൽ മുനാദിയ സുമ്മ ലം യുജിബ്, ഒരാള് മുനാദിനെ കേട്ട് ബാങ്ക് വിളിക്കുന്ന ആളെ കേട്ട് എന്നിട്ട് അതിന് ഉത്തരം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ലം യുരിദ് ബിഹി ഖൈറൻ വലം യുറദ് ബിഹി, ഇവൻ ഒരു ഖൈർ ഉദ്ദേശിക്കുന്ന ആളുമല്ല, ഇവനെ കൊണ്ട് ഒരു ഖൈർ ഉദ്ദേശിക്കപ്പെട്ട ആളുമല്ല. ഇനി യംബഗീലിൽ ഇമാമി മത്തിലേക്കാണ് പോകുന്നത്. ഇമാമിന് അനിവാര്യമാണ് അൻ യുഖഫിഫ സ്വലാത്ത, നമസ്കാരത്തെ തഖ്ഫീഫാക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നും ചെല്ലാണ്ട് കുറ്റിമറിയൽ എന്നല്ല അർത്ഥം. അതിലുണ്ട് ഇഫ്രാത്തും തഫ്രീത്തും. കണ്ടമാനം നീട്ടിയിട്ട് മറ്റുള്ളവർക്ക് ശല്യം ചെയ്യലില്ല വേണ്ടത്. അയാൾ നീണ്ട സൂറത്തെല്ലാം അറിയുന്ന ആളാണ് നോക്കി നിർത്താൻ വേണ്ടിയിട്ട് എന്താക്കും, നീട്ടി വലിച്ചിട്ടങ്ങിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അതും പറ്റൂല. എന്താണ് അബാദും ഹയ്യാത്തും ഒന്നും ചെയ്യാതെ കൊണ്ട് കുത്തി മറിഞ്ഞിട്ട് ബേക്കിലാക്കി ഫാത്തിയും കിട്ടൂല, എന്താ നിസ്കാരവും കിട്ടൂലാത്തതാണെങ്കിൽ അതെന്താക്കി തഫ്രീത്ത് പോയി. അതാ തഖ്ഫീഫിൻ്റെ ഉദ്ദേശം. ഖാല അനസ് റളിയല്ലാഹു അൻഹു മാ സല്ലൈതു ഖൽഫ അഹദിൻ, ഒരാളെ പിന്നിലും ഞാൻ നമസ്കരിച്ചിട്ടില്ല, അഖഫ സ്വലാത്തൻ, നമസ്കാരം വളരെ തഖ്ഫീഫാക്കിയ, വലാത്തം അതോടൊപ്പം ഏറ്റവും പൂർത്തിയാക്കി. ഏറ്റവും പൂർത്തിയായത് ഒന്നും വേണ്ടപ്പെട്ട ഒന്നും പോയിട്ടില്ല. അതോടൊപ്പം തന്നെ ഏറ്റവും വളരെ ലഘുകരമായ നമസ്കാരം. അല്ലാഹു അക്ബർ അത് അബ്രിവേഷൻ്റെ കാലമാണെന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കലല്ലേ വേണ്ടി. ആര നമസ്കാരത്തിനേക്കാണ് അമീൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നമസ്കാരത്തിനേക്കാണ്. ഇനി വലാ യുകബ്ബിറ മാലം യഫ്റഗിൽ മുഅദ്ദിനു മിനൽ ഇഖാമ, ഇഖാമത്തിൽ നിന്ന് മുഅദ്ദിനെ വിരമിച്ചാലല്ലാതെ തക്ബീർ കെട്ടാൻ പാടില്ല. അതുകൊണ്ട് അപ്പോൾ ഇഖാമത്തും വ്യായ്മയുമായി തക്ബീർ എല്ലാം കൂടെ കൂടിക്കലർന്ന് തക്ബീർ ബേക്കിലുള്ള ആൾക്ക് മഅ്മൂം തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ ഫളായില് നഷ്ടപ്പെടുകയും ചെയ്തു. ഒമാലം തസ്തവി സഫു, അതുപോലെ സഫുകളെ സമമാക്കാത്ത കാലത്തോളം തക്ബീർ കെട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇമാമിനാ പറയുന്നത്. വയർഫഅ സൗതഹു ബിതക്ബീറാത്ത്, തക്ബീറാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം. വലാ യർഫഉൽ മഅ്മൂമു സൗതഹു, മഅ്മൂമ് ശബ്ദം ഉയർത്താൻ പാടില്ല. ഇല്ലാ ഖദ്റ മാ യുസ്മിഉ നഫ്സഹു, അവൻ്റെ തടി കേൾക്കത്തക്ക അളവിലല്ലാതെ. പക്ഷെ പെരുന്നാളിൻ്റെ 7-5 തക്ബീർ എന്താക്കും, ഉച്ചത്തിലാക്കും. ഉച്ചത്തിൻ്റെ ചട്ടാരം വെക്കലല്ല, ജഹ്ർ. വജൻവിയൽ ഇമാമത്ത, ഇമാമത്താകണം, ഇമാമത്തിനെ കരുതണം. ദിയനാലിൽ ഫضل കിട്ടണമെങ്കിൽ. പക്ഷേ ജുമയില പറ്റൂല. ജുമയിൽ ഫർളാണ്, ജമാഅത്ത് ഫർളാണല്ലോ. ഫഇല്ലം യൻബി സഹഹത്ത് സലാത്തുഹു സലാത്തുൽ മഅ്മൂമീൻ, ഇമാമാണെന്ന് കരുതിയിട്ടില്ലെങ്കിലും മഅ്മൂമീങ്ങളെ നിസ്കാരം സഹിയാകും. എപ്പോഴിതാ നവൽ ഇഖ്തിദാബി, ഇമാമിനോട് തുടരുന്നു എന്ന് കരുതിയാൽ. വനാലു ഫضل ഖുതുബത്തിയെ തുടർന്നതിൻ്റെ ഫളീലത്ത് കിട്ടുകയും ചെയ്യും. വയുസിറു ബിദുആഇൽ ഇഫ്തിതാഹിൻ്റെ ദുആ സിറാക്കണം, വത്തഅവ്വുദ് ഔദുൻ സിറാക്കണം, കൽ മുൻഫരിദി, അത് മുൻഫരിദും അങ്ങനെ തന്നെയാണല്ലോ ചെയ്യേണ്ടത്. വയജ്ഹറു ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹ കൊണ്ട് ജഹറാക്കണം, വസ്സൂറത്ത് കൊണ്ടും, ഫി ജമീഇ സുബ്ഹി, സുബ്ഹിൻ്റെ 2 റക്അത്തിൽ, സുബ്ഹിൻ്റെ മുഴുവൻ 2 റക്അത്തിലുള്ളൂ. അവലതയിൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിൻ്റെ ഇശാൻ്റെയും 1ഉം 2ഉം റക്അത്തുകളിൽ തുടക്കത്തിലല്ലേ. അത് അതിന് മാതിരായ സൂറത്ത് മാത്രം നീട്ടി പരിശോധന കിട്ടാൻ പാടില്ല. തഖ്ഫീഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഫത്ഹുൽ മുഈൻ ബയാൻ തന്നെ പറഞ്ഞില്ലേ, അബ്ആദ് ഹൈഹാത്ത് സൂറത്ത് എല്ലാം താമായിട്ട് എടുത്തുകൊണ്ട് തന്നെ തഖ്ഫീഫാക്കൽ. അപ്പം അതിനാക്കാണ് ആ ഓവറായ നീട്ടലാണ് ഈ വിരോധിക്കപ്പെടുന്നത്. അത് അങ്ങനെയാണ് ഇത്തിബാഅ്. قال أبو هريرة رضي الله عنه لأن تملأ أذن بني آدم رصاصا مذابا,
ഒരു മനുഷ്യൻ്റെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ചിട്ട് നടക്കുന്നു. അതാണ് ഖൈറുൽ ലഹു, അവൻ്റെ ഖൈറ് മിൻ അൻ യസ്മഅ നിദാ സുമ്മ ലാ യുജീബു. നിദാ കേട്ടിട്ട് അതിന് ഉത്തരം ചെയ്യാത്തത്. ഉത്തരം എന്തുണ്ട്? കൗല് കൊണ്ടുണ്ട്, ഫേല് കൊണ്ടുണ്ട്. കൗലേതാന്ന് ഞാൻ പറഞ്ഞ പോലെ പറയണമെന്ന് പറഞ്ഞില്ലേ? ഫീലേതാ? അതിന് രംഗത്തിറങ്ങുക. വയുറുബ എന്ന മൈമൂന ബിൻ മെഹ്റാൻ അത്തൽ മസ്ജിദ ഫഖീല ഇന്നസ ഖദ് സറഫൂൻ. പള്ളിയിലേക്ക് എത്തി നോക്കുമ്പോൾ ജനങ്ങളെല്ലാം പിരിഞ്ഞു പോയി എന്ന് പറയുന്നു. ഫഖാല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ ഫദ്ലു ഹാദിഹി സ്വലവാത്തി അഹബ്ബു ഇലയ്യ മിൻ വിലായത്തിൽ ഇറാഖ്. ഇറാഖിൻ്റെ രാജാധികാരം കിട്ടുന്നതിനേക്കാണ് എനിക്ക് പ്രിയങ്കരമായത് ഈ നമസ്കാരങ്ങളാണ്. എന്തോ കാരണത്തെ കൊണ്ട് വീകിപ്പോയി. عن سيدنا أنس رضي الله عنه قال قال رسول الله صلى الله عليه وسلم من صلى 40 يوما جماعة 40 ദിവസം ജമാഅത്തായി കൊണ്ടൊരാളെ നമസ്കരിച്ചാൽ ലാ യഫൂതുഹു മിന്നാ തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടാത്ത രീതിയിൽ കുതിബത്ത് ലഹു ബറാഅത്താനി എന്ന 2 ബറാഅത്ത് എഴുതപ്പെടും. ഒന്ന് ബറാഅത്തും മിനൻ നിഫാഖ്, 2 ബറാഅത്തും മിനൻ നാർ. ഒന്ന് ഇഹ്യാ ഉലുമുദ്ദീൻ. ഇനി വയജ്ഹറ ബിഖൗലിഹി ആമീൻ, ആമീൻ കൊണ്ട് ജഹറാക്കണം. ഇതിൽ ഫിൽ ജഹരിയ നമസ്കാരത്തിൽ, ജഹരിയതല്ലാന്ന് സുബ്ഹി നമസ്കാരമുണ്ട്, പിന്നെ മഗ്രിബിൻ്റെ ഇശാൻ്റെ ഉണ്ട്, അതുപോലെ ജുമുഅ ഉണ്ട്, പെരുന്നാൾ നമസ്കാരമുണ്ട്. അതൊക്കെ ജഹരിയല്ലേ? വകദാലിക്കൽ മഅ്മൂം, അതുപോലെ മഅ്മൂമും ജഹറാക്കണം. എങ്ങനെയാക്കണം? വയഖറുൽ മഅ്മൂമു തഹ്മീനഹു ബി തഹ്മീനിൽ ഇമാമി മഅൻ, ഇമാമിൻ്റെ ആമീനോടൊപ്പം ഒപ്പം യോജിപ്പിച്ചുകൊണ്ട്. ലാ താഖീബൻ, ശേഷമല്ല. അപ്പം മുന്നോട്ടല്ല എന്നുള്ളത് പിന്നെ പറയാനില്ലല്ലോ. മുന്നോട്ട് ഇറങ്ങി എന്താന്ന് പിന്നെ ഫാത്തിഹ അറിയാമെങ്കിൽ നിസ്കാരം പാത്തിട്ട് പോകും. ആ ഇത് ഫാത്തിഹ മടക്കി ഓതണം. അപ്പോൾ ഫാത്തിഹ ഓതാണ്ട് വായിക്കാൻ നിസ്കാരം ഇല്ലല്ലോ. ഇപ്പം വായി വിളക്കലാണ്. ആദ്യം തന്നെ ഇമാമ് മലന്നാലിയും വരുമ്പോൾ തന്നെ എഴുന്ന് പുറത്തു കഴിഞ്ഞു. വയസ്കുത്തുൽ ഇമാമു സക്തതൻ അഖീബൽ ഫാത്തിഹത്തി, ഫാത്തിഹൻ്റെ ഉടനെ ഒരു സക്കത്ത് അടങ്ങണം. യസൂബ ഇലൈഹി നഫസുഹു, അവൻ്റെ ശ്വാസം തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട്. എന്നുവെച്ചാൽ തക്ബീറിൻ്റെയും വജ്ഹത്തിൻ്റെ ഇടയിൽ, വജ്ഹത്തിൻ്റെയും ഔദൂൻ്റെ ഇടയിൽ, ഔദൂൻ്റെയും ഫാത്തിഹൻ്റെ ഇടയിൽ, ഫാത്തിഹൻ്റെ ഓരോ ആയത്തിൽ ഫാത്തിഹൻ്റെയും ആമീൻ്റെയും ഇടയിൽ, ആമീൻ്റെയും സൂറത്തിൻ്റെയും ഇടയിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇനി വയഖറഉൽ മഅ്മൂമുൽ ഫാത്തിഹത ഫിൽ ജഹരിയ്യത്തി ഫി ഹാദിഹി സക്ത, ആ ഇടവേളയിൽ വെച്ചിട്ട് എന്താക്കണം? മഅ്മൂം ജഹരിയായ സംസ്കാരത്തിൽ ഫാത്തിഹ ഓതിക്കുക. എന്നുണ്ടാകുന്ന ഇമാമിൻ്റെ സൂറത്തുകൊണ്ട് തശ്വീഷ് ഉണ്ടാവില്ല. മറ്റേതാകുമ്പോൾ ഇമാമിൻ്റെ ഓത്തുകൊണ്ട് തശ്വീഷ് വരും. അതതിനാൽ യതമക്കന മിനൽ ഇസ്തിമാഇൻ്റെ ഖിറാഅത്തിൽ ഇമാം, ഇമാം ഓതുന്ന അവസരത്തിൽ ഇസ്തിമാഇന് സൗകര്യപ്പെടാനാണ് ഈ പറഞ്ഞത്. അതാണ് അതല്ല ഫത്വയിൽ മേൽ പറഞ്ഞത്. ഒരു ഫാത്തിഹോദൻ്റെ കതിർ മിതമായ നിലക്ക് ഒരു ഫാത്തിഹോദൻ്റെ കതിർ അടങ്ങണമെന്നില്ലേ? വലാ യഖറഉൽ മഅ്മൂമു സൂറത ഫിൽ ജഹരിയ്യത്തി, ജഹരിയായ നമസ്കാരത്തിൽ മഅ്മൂമ് സൂറത്ത് ഓതണ്ടാന്ന്. വാരിദല്ലാത്ത സൂറത്താണ് ഓതിയെങ്കിൽ വാരിദായ സൂറത്ത് മഅ്മൂം ഓതണമെന്നല്ല ഫത്വയിൽ വേണ്ടിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവ് മഗ്രിബ് എന്താ ഓതുന്നുണ്ട്? കാഫിറൂനെയും ഇഖ്ലാസും. അതല്ലാത്ത സൂറത്ത് വേറെ ഓതിയാൽ എന്താക്കണം? മഅ്മൂം അത് വാരിദിനെ കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. രണ്ടും കൂടെ കൂട്ടി ഓതല്. അതിങ്ങനെ മറക്കാനല്ലല്ലോ നിസ്കാരം എന്ന് പറഞ്ഞാല്. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഇരിക്കല് ഓർമ്മിക്കാൻ വേണ്ടി എന്നാണ്. മറക്കാൻ പാടില്ലാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മറക്കൂല. ഞാൻ മറന്നു വെച്ചാന്ന് പറഞ്ഞാൽ പോലീസ് വിടൂലല്ല. ഉടനെ വണ്ടിനെ പോലെ ചുമത്തണം. വണ്ടിക്ക് അങ്ങോട്ടായിട്ടാണ്, വണ്ടിക്ക് ഇങ്ങേറ്റായിട്ടാണെന്നല്ല പറഞ്ഞിട്ട്. ഞാൻ ഉറങ്ങിപ്പോയിട്ടാന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ ഉറക്കം കൂടി തെറ്റായി എന്നല്ല അല്ലേ? നിങ്ങൾ ആലോചിച്ചു. അതാ ഇല്ല ഇതാലം യസ്മഉ സൗത്തൽ ഇമാം, ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്താക്കണം? ഓതാൻ പാടില്ല.
കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അക്ഷരം കേൾക്കുന്നു, തിരിയുന്നില്ല. ولا يزيد الإمام على الثلاث في تسبيحات الركوع والسجود. റുക്കൂഇന്റെയും സുജൂദിന്റെയും തസ്ബീഹാത്തില് മൂന്നിനാക്കാണ് ഇമാമ് കൂട്ടാൻ പാടില്ല. അതാ തഹ്രീബിന്റെ കോലം. വബിഹംദി 2 രൂപത്തിലുണ്ടല്ലോ. അലീം എന്നാണ് മിൻഹാജിന്റെ മത്തിൽ കൊടുത്തത്. എന്നിട്ട് വബിഹംദി കമാഫി ബാദ റിവായത്തി കൊടുത്തു. അപ്പൊ 2 രൂപ അമലുണ്ടല്ലോ. ولا يزيد في التشهد الأول. ഒന്നാമത്തെ തശഹുദിൽ കൂട്ടാൻ പാടില്ല. ബാദ ഖൗലിഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അതിലപ്പുറം കൂട്ടണ്ടാവും. അത് ചെറിയ വിശേഷനല്ല. സയ്യിദിന അത് തങ്ങളെ ബഹുമാനിച്ച് പറയുന്നല്ലേ, അത് സലാത്തിന്റെ താബിയാണ്. അതുകൂടി കൊണ്ട് നീണ്ടു എന്ന് പറയാനില്ല. ولا يقتصر في الركعتين الأخيرتين ويقتصر في الركعتين الأخيرتين അവസാനത്തെ 2 റക്അത്തിൽ അലൽ ഫാത്തിഹത്തിന്റെ മേൽ മാത്രം ചുരുക്കണം. അൽവട സൂറത്ത് ഇല്ല. ആലി മുഹമ്മദ് മൂപ്പർ പറഞ്ഞത് 10 മൈലുള്ളത് എന്താന്ന് ആലി മുഹമ്മദ് വേണ്ടാന്നല്ലേ. ആല് അബാദ് സുന്നത്തിൽപ്പെട്ടത് കൊണ്ട് അവസാനത്തിലല്ലേ കേൾക്കാൻ പറഞ്ഞു. വലാ യുതവ്വിലു അലൽ ഖൗമി. ഖൗമിനെതിരായിട്ട് നീട്ടാൻ പാടില്ല. കണമ്പാനം നീട്ടിയിട്ട് ജനങ്ങളെ ശല്യപ്പെടുത്തല് അത് പറ്റൂല. ഒതാൻ പെടാണ്ട് തിരക്കൂട്ടലും പറ്റൂല. വലാ യസീദു ദുആഅഹു ഫി തശഹുദിൽ അഖീർ. അവസാനത്തെ തഹിയ്യാത്തിൽ ദുആ വർദ്ധിപ്പിക്കാൻ പാടില്ല. അലാ ഖദരി തശഹുദിഹി വസലാത്തിഹി അലാ സയ്യിദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മ തശഹുദും തങ്ങളെ സലാത്തിന്റെയും അളവിനാക്കാണ് എന്താക്കണ ദുആ കൂട്ടണ്ടാവും. ചെറിയ ദുആ കൊണ്ട് മതിയാക്കിയില്ല. വയൻവിൽ ഇമാമു ഇൻദ തസ്ലീമി. സലാം വീട്ടുന്ന അവസരത്തിൽ ഇമാമ് കരുതണം അസ്സലാമ അലൽ ഖൗമി. ഖൗമികളുടെ മേൽ സലാം ചൊല്ലുന്ന കരുതണം. വയൻവിൽ ഖൗമു. ഖൗമികൾ കരുതണം ബി തസ്ലീമിഹിം. അവർ സലാം വീട്ടിൽ കൊണ്ട് കരുതണം. ജവാബഹു ഇമാമിന് മറുപടി പറയുന്നത്. അത് കൂടുന്നുണ്ടോ നോക്ക്. കൂടുതലാണെങ്കിൽ അത് ഹദീസിൽ വലുതാവൂലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒന്നും ഒരു പ്രാവശ്യം അതിനെ വിളിച്ചെടുക്കണം. അത് ആദ്യം ഓതി നോക്ക്. തശഹുദും സലാത്തിനാക്കാണ് അത് കൂടുന്നുണ്ടോന്ന്. ചിലർ ഇരുന്ന് ഉറക്കം തുടങ്ങിയിട്ട് ഒന്നും പറഞ്ഞാലും കൂടെ സലാം പൊട്ടി കിട്ടൂല. നോക്കുമ്പോൾ മൂപ്പർ ഉറങ്ങുന്നുണ്ടാവില്ല. സലാമിൽ നിന്ന് വിരമിക്കുന്ന അവസരത്തിൽ ഇമാം എന്താക്കണം? അതാ വൽ വസൂബു ഹുനാ ബിമാനിൽ മുബാദറത്തി വൽ മുസ്റഅ. അവിടെ എന്താക്കണം? തിരിഞ്ഞിരിക്കലാണ്. വയുഖ്ബിലു അലന്നാസി ബിവജ്ഹിഹി. ജനങ്ങളിലേക്ക് മുഖം കൊണ്ട് തിരിഞ്ഞിരിക്കണം. വലാ യസിബു ഖൽഇൻ കാന ഖൽഫഹു നിസാഉ. പിന്നിൽ പെണ്ണുങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തിരിഞ്ഞിരിക്കണ്ട. യൻസരിഫിന അവലൻ. അവർ ആദ്യമായി പിരിഞ്ഞു പോട്ടെ. വലാ യഖൂമു അഹദുൻ മിനൽ ഖൗമി ഹത്താ യഖൂമൽ ഇമാം. ഇമാം എണീക്കുന്നത് വരെയും ഖൗമികൾ ആരും എണീക്കാൻ പാടില്ല. വയൻസരിഫുൽ ഇമാമു ഹൈസു ശാഅ. ഇമാമക്ക് പിരിഞ്ഞു പോകാം അവൻ ഉദ്ദേശിച്ച ഭാഗത്തേക്ക്. യമീനിഹി ഔ ശിമാലി. വലത്തോട്ടാവട്ടെ ഇടത്തോട്ടാവട്ടെ. പക്ഷെ മഹല്ലി പറഞ്ഞെന്താന്ന് വലത്തോട്ട് നിന്നാണ്. വൽ യമീനു അഹബ്ബു ഇലയ്യ. വലഭാഗത്തേക്ക് പോക്കാണ് ഏറ്റവും പ്രിയം കാര്യം. വലാ യഖുസ്സുൽ ഇമാമു നഫ്സഹു ബിദ്ദുആഇ. ദുആ കൊണ്ട് സ്വന്തം കാര്യമാക്കാൻ പാടില്ല. എല്ലാവർക്കും ഉള്ള ദുആയല്ലേ. അപ്പൊ എനിക്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തം കാര്യം എന്താ അത് പറ്റൂല. ഫീ ഖുനൂത്തി സുബ്ഹി. സുബ്ഹിന്റെ ഖുനൂത്തിലും ബൽ യഖൂൽ അല്ലാഹുമ്മ ഹദിനാ. ജമ്മാക്കിട്ട് അല്ലാഹുമ്മ ഹദിനാ. കേട്ടോ. വയജ്ഹറു ബിഹി. അതുകൊണ്ട് ജഹറാക്കുകയും വേണം. വയുഅമ്മിനുൽ ഖൗമ. ഖൗമികൾ ആമീൻ പറയണം. വലാ യർഫഊനൽ ഐദിയ. അവർ കൈ ഉയർത്തണ്ട എന്നാ പറയുന്നത്.
ഫലം യസ്ബുത് ദാലിക ഫിൽ അഖ്ബാർ, അങ്ങനെയുള്ളത് ഹദീസിൽ വാരിദായിട്ടില്ല എന്നാ പറഞ്ഞത്. ബിഹസ്ബി മാ ബലഗൽ ഇമാമുൽ ഗസാലി, ഗസാലി ഇമാമിന് കെട്ടി അനുസരിച്ചാണ് ഈ മസ്അല പറഞ്ഞത്. ശറഹ് നോക്ക്. വഇല്ല ഫൽ മുഅ്തമദു അന്നഹു യുസന്നു റഫ്ഉൽ യദൈനി ലിൽ ഇമാമി വഗൈരിഹി, ഇമാമായാലും ഗൈറായാലും കൈ ഉയർത്തണം എന്ന് തന്നെയാണ് മുഅ്തമദ്. വഫീഹി ഖബറുൻ ഇൻദൽ ബൈഹഖി ഫി സുനനിൽ കബീറൻ, അൻ ഹദീസുമുണ്ട് 2211 അൻ സയ്യിദിന അനസ് റളിയല്ലാഹു അൻഹു തൊട്ടാ റിവായത്ത്. തൽഖീസുൽ ഹബീർ എന്ന കിതാബ് നോക്കുക. എന്നിട്ട് വകലാമുൽ ഇമാമുൽ ഗസാലി റഹിമഹുല്ലാഹ് ഫീ കിതാബിൽ ഇഹ്യായിലൊക്കെ ഉയർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുഖാലിഫു കലാമഹു ഹുന, ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് പറഞ്ഞത്. വനസ്സഹു വഖദ് റുവിയ ഹദീസുൻ ഫീ റഫ്ഇൽ യദൈനി ഫിൽ ഖുനൂതീൻ, ഖുനൂത്തിൽ കൈ ഉയർത്തണമെന്ന് റുവിയ. എന്നിട്ട് പറയുന്നു ഫൈദാ സഹൽ ഹദീസ്, ആ ഹദീസ് സഹീഹാണെങ്കിൽ എന്നാണ് മൂപ്പർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ മൂപ്പർക്ക് മറ്റുള്ള പറയാത്ത ബോധ്യപ്പെട്ട ഹദീസുകളായോണ്ടല്ല ഫൈദാ സഹ എന്ന് പറയുന്നത്. ആകെ 2 ഹദീസിനെ പറഞ്ഞിട്ടുള്ളൂ. മഅ്മൂമിങ്ങളും കൈ ഉയർത്തൽ സുന്നത്തായി വരുന്നു. ഖുനൂത്തിന്റെ ബാക്കിയുള്ളത് മിൻ ഖൗലിഹി ഫഇന്നക തഖ്ലീ വലാ യുഖ്ലാ അലൈക എന്നോദണം. പടപടപടപടപടയൊക്കെയല്ലേ ഉണ്ടല്ലേ, അങ്ങനെ ഒരു മസാല ഇപ്പം പറയുന്നുണ്ട്. വേണ്ട അങ്ങനെ ഓർക്കുന്നത് തൊഴപ്പം എന്താ പറഞ്ഞത് എല്ലാവരും പോലെ തന്നെ. അള്ളാഹിന്റെ സനാദിനെ ശബ്ദം കുറക്കുന്നു, അള്ളാഹിനെ ഒളിപ്പിച്ച് വെക്കാനാ. വേണ്ടുന്നതിനൊക്കെ ശബ്ദം ഉയർത്തു. നിരാശ സലാത്തില്ല, അത് ബഹ്റാഹിമി, ബാക്കി നിങ്ങൾ എടുത്തു. അള്ളാഹിന്റെ സനാഗല്ലേ നല്ലോണം കേൾപ്പിക്കേണ്ടത്. സ്പീഡ് കൂട്ടിട്ട് പടപടപടപടപടയാക്കി രാക്കി ബേക്കുന്ന ഒരാൾക്ക് തുറന്നു പോകാൻ കഴിയാത്ത രൂപത്തിൽ ഇപ്പം കാണുന്നു. ഇതെല്ലാം ചുരുക്കത്തിൽ ചെവി പിടിച്ചിട്ട് ശരിയാക്കുന്ന ഒരാളില്ലാതെ കണ്ട് സ്വന്തം കാട്ടുമ്പോൾ നടന്നതാണ് ആ കുഴപ്പത്തിന്റെ പിന്നിലുള്ളത്. വലാ യഖിഫുൽ മഅ്മൂമു വഹദഹു, മഅ്മൂം ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല എന്നാ. ബൽ യദ്ഖുലു സഫ, സഫിലേക്ക് കയറണം. ഔ യജുറുല്ല നഫ്സിഹി ഗൈറഹു, അല്ലെങ്കിൽ ഒരാളെ കൂട്ടുപിടിക്കണം. കേട്ടോ. വയംബഗി ലിൽ മഅ്മൂമിൽ വാഖിഫി ഫി സഫി അൻ യുവാഫിഖ ജാറഹുൽ ഖാരിജ അനി സഫി. കേട്ടോ. സഫിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ കൂടി കൊടുക്കണ്ടേ, അന്നേരം അയാൾ സഹകരിച്ചു കൊടുക്കണമെന്ന്. അയാൾക്ക് 1-ാം സഫിന്റെ കൂലി തന്നെ കിട്ടും. ഇത് അടി കിട്ടും. പഠിക്കാഞ്ഞാൽ ഫിഖ് പഠിക്കാഞ്ഞാൽ പിന്നെ അങ്ങനെ ഉണ്ടാവില്ലേ. എന്തിനെല്ലാം അടിയുണ്ട്, കസറും ജമ്മാക്കൽ അടിയില്ല, അവളെ പള്ളി പറ്റൂല എന്നല്ല നിങ്ങൾ. എന്തിനാ പള്ളി? അപ്പൊ സഫർ പോകുന്ന ആളെണ്ണയ്ക്ക് ഇരിക്കേണ്ട അമ്പലത്തിൽ പോയിട്ടാ. അങ്ങനെ ഫിഖ് എവിടെയുള്ളത്? ആടെ വേറെ നികത്തണം. അതാ അത് അല്പം സഹകരിച്ചാൽ നികത്തിക്കൊണ്ട് പോകാല്ല. അതിന് ശേഷം പെരുന്നാളിലേക്ക് ഇരുന്നാലും മതിയല്ലോ. അത് അവതാലികലി യനാന ഫളീലത്ത് തആവുനി അലൽ ബിർരി വത്തഖ്വ, ബിർറിനും തഖ്വാക്കും പരസ്പരം സഹകരിക്കുകയും എന്ന ആയത്തിന്റെ ഫളായിൽ കിട്ടുവാടെ. ولا ينبغي للمأموم أن يتقدم على الإمام في أفعاله أو يساويه. മഅ്മൂമിന് പാടില്ലാത്തതാണ് ഇമാമിനെ കാണാൻ അഫ്ആലിൽ മുന്തലി. ചിലതിന് മുന്തിയ നിസ്കാരം ഉണ്ടാവില്ല. തക്ബീറിലും സലാമിലും മുന്തിയെങ്കിൽ നിസ്കാരമേ ഇല്ല. അല്ലെങ്കിൽ സമമാകലും. അപ്പൊ പിന്നിലാണ്. ബൽ യംബഗി യതഅഖറ, പിന്നിലാണ് വരേണ്ടത്. അപ്പം ഫലാ യഹ്വി ഇല റുകൂഇ ഇല്ലാ ഇദൻ തഹൽ ഇമാമു ഇലാ ഹദ്ദിർ റാക്കിഈൻ
റാക്കിങ്ങളെ ഹദ്ദിലേക്ക് ഇമാം എത്തിയാലല്ലാതെ ഇവർ റുക്കോയിലേക്ക് കുനിയാൻ പാടില്ല. ഒരു ഉദാഹരണം ഫലാ, അത് എത്താഖറാന്റെ സൂറത്താണ്. ഫലാ എന്നിട്ട് പാട്ടെ. വലാ യഹ്വിയയിലെ സുജൂദിലേക്ക് കുനിയാൻ പാടില്ല. മാലം തസിൽ ജബ്ഹത്തുൽ ഇമാമി ഇലല്ലറും, ഇമാമിന്റെ നെറ്റി എന്താക്കണം, ഭൂമിയിലേക്ക് എത്തുന്നില്ല. ഒരുവൻ സുജൂദിലേക്ക് കുനിയാനും പാടില്ല. ഇമാമിനെ മറികടന്നിട്ട് ഇങ്ങനെ അടക്കൊട്ടപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഞാനിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ വേം ബാന്ന് എന്നാണ് പള്ളി കയറി വെക്കുമ്പോൾ എത്തിന് റുക്കുവല്ല സുജൂദല്ല ഖിയാമല്ല ഇങ്ങനെ തൂങ്ങുന്നു. നോക്കുമ്പോൾ ഇമാമിനാക്കണം പാഞ്ഞിട്ട് എന്താക്കി, ഇമാമ് പുറപ്പെട്ടതുമില്ല. അപ്പൊ അയാൾ വേമ്പാന്ന് വിളിക്കാത്ത വാക്യം ഏതോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് വേമ്പ എന്താണ് ഓതാൻ വന്നത്. അപ്പയാ മണി ഇരിക്കുന്ന മണി എന്താ വിളിക്കണ്ടേ. ആരോടിലേക്കാ പോകുന്നത്? ആറ്റൻ്റെ അടുത്ത് പോണ? ആറ്റൻ്റെ അടുത്ത് ഓർത്ത ബിലാല് ഉണ്ട്. ഹിലാലോ ഹാലയോ ഇല്ലേ? എല്ലാത്തും മറികടക്കില്ലെന്നല്ല, ഒരു ഹദാദൊന്നും ചെല്ലാൻ കഴിയോ? അപ്പൊ പിന്നെ ഓറടങ്ങെത്തിയിട്ടുണ്ടാവും. അല്ല, അത് ഇമാമിന് പാഠം പഠിപ്പിക്കണം. കുറച്ച് നിങ്ങൾ അട്ടിപ്പാത്രം തന്നാൽ പോരാ, കുറച്ച് നിസ്കാരത്തിൽ കുറച്ച് ക്രമം പാലിക്കാനുണ്ട്. ഞാൻ പൈസ എണ്ണി കൊടുക്കുന്നില്ലേ? തലമുട്ടല്ലേ? അതം കുടിച്ചത് ഭയങ്കര കുഴപ്പം. ഒച്ചനുള്ള മേൽത്തന്നു. ആദാബുൽ ജുമാഅത്താണ് പറയുന്നത്. ഏലം അന്നൽ ജുമുഅത്ത ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കൊരു ഈദാണ് ഇത് ജുമുഅ. വഹുവ യൗമുൻ ശരീഫുൻ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഖദ് ഖസ്സല്ലാഹു തആല ബിഹി ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അല്ലാഹു തആല പ്രത്യേകമായി നൽകിയ ഒരു ദിവസമാണ് ഇത്. വഫീഹി സാഅത്തും മുബ്ഹമ, അത് വ്യക്തമാക്കപ്പെടാത്ത ഒരു സാഅത്തുണ്ട്. എവിടെ? വെള്ളിയാഴ്ച. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ അബ്ദ് ആ സമയത്ത് ഒത്തുകൂടൂല. യസ്അലുല്ലാഹ തആല ഫീഹാ ഹാജത്തൻ, എന്തെങ്കിലും ഹാജത്ത് ചോദിച്ചുകൊണ്ടിട്ട് ഇല്ലാ അതാഹു ഇയ്യാഹാ, ആ ഹാജത്ത് അല്ലാഹു തആല കൊടുക്കാതിരിക്കൂല. അപ്പൊ അതിന്റെ സമയത്തിനെ പറ്റിയിട്ട് മഹല്ലിൽ എന്താ പറയുന്നത്? അസർക്ക് ശേഷം എല്ലാം കൊണ്ടുപോകുന്ന അവസരത്തിലാന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ചിലത് പല കോലുകൊണ്ട് അത് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യാം. ലൈലത്തുൽ ഖദ്ർ മാറുന്നത് പോലെ. യൗമൽ ഖമീസ്, അതുകൊണ്ട് ജുമാക്ക് വേണ്ടി വ്യാഴാഴ്ച തന്നെ ഒരുങ്ങണം. ഓയ് എന്താ വണ്ടി? വെള്ളിയാഴ്ച രാവ് വേറെ, വെള്ളിയാഴ്ച രാവിന്റെ പ്രത്യേകത അത് വേറെ, ഇത് വെള്ളിയാഴ്ച. അപ്പൊ 2 സമയമുണ്ട് നേരത്തെ കൊടുക്കുന്നത്. നാഗത്തിനെ കിട്ടുന്ന ഒരുപാട് എണ്ണിട്ടില്ല. ഫസീലത്തുൽ ഹസനെ വക്കത്ത ഒരു കിതാബ് ഹസ്നുൽ ഹസീനി, ആ കിതാബത്തിന്റെ സമയങ്ങള്, പിന്നെ അഹ്വാലുകള്, സാഅത്തുകള് പലതും എണ്ണിട്ടുണ്ട്. വസ്ത്രങ്ങൾ അലക്കിക്കൊണ്ട്, വബികസറത്തി തസ്ബീഹ് വൽ ഇസ്തിഗ്ഫാർ അശിയത്തുൽ ഖമീസ്, വ്യാഴാഴ്ച വൈകുന്നേരം തസ്ബീഹ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നു. ഫഇന്നഹാ സാഅത്തുൻ തുവാസി ഫിൽ ഫളി സാഅത യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച പറഞ്ഞ ആ ദുആന്റെ സമയമുണ്ടല്ലോ, അതിനോട് തുല്യമാകുന്നതാണ് ഫളിൽ ഏത് രാത്രിയുടെ സമയവും. ഖാല ബഅദു സലഫ് പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇന്ന ലില്ലാഹി തആല ഫളലൻ സിവ അർസാഖിൽ ഇബാദി,
ലാ യുഅതി മിൻഹാ ദാലിക്കൽ ഫദ്ൽ ഇല്ലാ മൻ സഅല ഹശിയത്തുൽ ഖമീസ് യൗമൽ ജുമുഅ. റിസ്ക് ചോദിക്കേണ്ടയില്ല, റിസ്ക് കിട്ടുന്ന സാധനമാണ്. അത് കൂടാതെ കണ്ട് ചോദിച്ചാൽ മാത്രം കൊടുക്കുന്ന ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അതെന്താക്കണം? വെള്ളിയാഴ്ച രാവിൻ്റെ വൈകുന്നേരമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ചോദിക്കണം എന്ന് പറഞ്ഞു. അഷയത്തിൽ ആ ലൈലത്തിൽ അഷയത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള എല്ലാ സമയവും ഇട്ടല്ല. വൻബി സൗമ യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം നോമ്പിനെ കരുതിക്കോ, പക്ഷെ അത് മാത്രം തണുപ്പിച്ച കറാഹത്ത് വരുന്നു. ലാക്കിൻ ഖമീസ്, തലേന്ന് വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ പിറ്റേന്ന് ശനിയാഴ്ച എന്താക്കണം? കൂട്ടിയെടുക്കണം. ഇത് ഫി ഇഫ്റാദിഹാ നഹിയ്യൻ, വെള്ളിയാഴ്ച മാത്രം നോമ്പ് നോറ്റാൽ, അതായത് വാരിതായ നോമ്പല്ലെങ്കിൽ ആശുറ ദിവസം വെള്ളിയാഴ്ച ഒത്തു വന്നാൽ ആശുറാണ് നോമ്പാൻ നോക്കുന്നത്. അങ്ങനല്ല, കറാഹത്തല്ലേ. ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅത്തി ഇല്ലാ യൗമൻ ഖബ്ലഹു ഔ ബഅദഹു. കറാഹത്തിനെ നമ്മൾ ചുമത്തിന്. ഫഇദാ ത്വലഅ അലൈക സുബ്ഹു, സുബ്ഹ് ഉദിച്ചു കഴിഞ്ഞാൽ ഫഗ്തസിൽ, നീ കുളിച്ചോ. ഫഇന്ന ഗുസ്ല യൗമിൽ ജുമുഅത്തി വാജിബുൻ, വെള്ളിയാഴ്ച കുളി വാജിബാണ്. അലാ കുല്ലി മുസ്ലിമീൻ എന്ന് മുഹത്തലിമീൻ, പ്രായപൂർത്തിയെത്തിയ എല്ലാവർക്കും. എന്നല്ലേ ശറഅന്റെ ഹുക്മ വരുന്നേയുള്ളൂ. ഫൈ സാബിത്തും മുഅക്കദുൻ എന്ന് പറഞ്ഞാൽ ഈ വാജിബിന്റെ അർത്ഥം എന്താ? വാജിബ് പോലത്തെ മുഅക്കദായ സാബിത്തായ അമലാണ് എന്നാണ്. അതല്ലേ ഉത്തരമിൽ പറഞ്ഞ പോക്കുമായിട്ട് ബന്ധിപ്പിക്കണോ? സമയം നീണ്ടാല് പിന്നെയും വേർപ്പും അതെല്ലാം വന്നില്ലേ? അതെ, വില വുജൂബാണെന്നല്ല പറഞ്ഞവരുമുണ്ട്. വെളുത്ത വസ്ത്രം ധരിച്ചിട്ട് നീ ചമയണം. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം ഏതാണ്? വെളുത്തതാണ്. തീബിൽ നിന്ന് ഉപയോഗിക്കണം, നിന്റെ അടുക്കൽ ഏറ്റവും നല്ല മണമുള്ളത്. നിന്റെ ശരീരം വൃത്തിയാക്കുന്നതിൽ നീ ധരണം. ബിൽ ഹൽഖി, കളയാനുള്ള മുടി കളയല്. വൽക്കസ്തി, നഖം മുറിക്കല്. വൽക്കസ്തി തന്നെ കത്തിരിക്കാനുള്ളത് കത്തിരിക്കല്. തക്ലീമിൽ തന്നെ നഖം മുറിക്കല്. വസ്തിവാക്കി വസായിൽ അൻബാഇൻ നളാഫത്തി വതദീബി റായിഹ, വാസന നന്നാക്കലും. സുമ്മ ബക്കിർ ഇലൽ ജാമിഇ, പിന്നെ ജുമാഅത്ത് പള്ളിയിലേക്ക് നീ നേരത്തെ പോകണം. വസ്ഇലൈഹാ അലൽ ഹീനത്തി വസ്സകീനത്തി, വളരെ സാവധാനത്തിലും അച്ചടക്കത്തിലുമാണ് പോകേണ്ടത്. ഇപ്പൊ പള്ളിയിൽ നിന്ന് കൂക്കി വിളിച്ചിട്ടാ പോക്ക്. അപ്പൊ സിനിമയിൽ നിന്ന് വരുമ്പോൾ എന്താ ആള് ചോദിക്കല്? പണ്ട് പറയല് സിനിമക്ക് പോകുമ്പോൾ പള്ളിയിൽ നിന്ന് ആകുമ്പോലും അപ്പളാറും മുള്ളമാർ ഇറങ്ങും പോലെയാണ് ഇപ്പൊ പ്രശ്നം. കണ്ണൂർ ജില്ലയിൽ ചില ഭാഗത്തെല്ലാം കൂക്കി വിളിയാ കേൾക്കാം. ഇവാളെന്താ പറയുന്നത്? എന്താണോ കണ്ടിച്ചു പുറത്തുനിന്ന് നോക്കിയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടോളം ഇവിടുത്തെ കൂക്കലുണ്ട്. പിന്നെയും പറയും പൊട്ടാതെ പൊളയാതെ തകരാതെ ഞാൻ പളന്ന് മാത്രം നിൽക്കുമ്പോൾ നിൽക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ فقد قال رسول الله صلى الله عليه وسلم من راح إلى الجمعة في الساعة الأولى, ഒന്നാമത്തെ സാഅത്തിൽ ഒരാൾ ജുമുഅക്ക് പോയാൽ ഫകഅന്നമാ ഖറബ ബദനതൻ, ഒരു ഒട്ടകത്തിനെ ധർമ്മം ചെയ്തതുപോലെയാണ്. വമൻ റാഹ ഫി സാഅത്തി സാനിയത്തി, രണ്ടാമത്തതിൽ പോയാൽ ഫകഅന്നമാ ബഖറതൻ ഖറബ ബഖറതൻ. വമൻ റാഹ ഫി സാഅത്തി സാലിസത്തി, മൂന്നാമത്തേൽ പോയാൽ ഫകഅന്നമാ ഖറബ കബ്ശൻ, ആടായി. അമ്മ വലിപ്പം ചുരുങ്ങി ചുരുങ്ങി വരെയാണ്. വമൻ റാഹ ഫി സാഅത്തി റാബിഅത്തി, നാലാമത്തെ സാഅത്തിൽ പോയാലോ ഫകഅന്നമാ ഖറബ ദജാജതൻ, ഒരു കോഴിനാണ്. വമൻ റാഹ ഫി സാഅത്തിൽ ഖാമിസത്തി, അഞ്ചാമത്തേൽ പോയാൽ ഫകഅന്നമാ ഹദാ ബൈലതൻ, ഒരു മുട്ട. നമ്മുടെ പട്ടയ പറയുന്നതന്നെ ഇത്.
ഒട്ടകം മുതൽ കോയമുട്ട വരെ സമയത്തിലേക്ക്. അത് ഫത്വൽ പറഞ്ഞ എന്താണ് സാഹത്ത് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് എന്നുള്ള സാഹത്തല്ല ഉദ്ദേശിക്കുന്നത്. ഇമാമ് ഖുതുബക്ക് പുറപ്പെടുന്നതിൻ്റെയും അതിൻ്റെ ഇടയിലുള്ള സമയത്തിന് എന്താക്കും ഇത്ര ഓഹരി വെക്കുക. അത് ചിലപ്പോൾ എന്താക്കും 50 മിനിറ്റും ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറും 5 മിനിറ്റും 10 മിനിറ്റും ആവാം. അതെ, സുഖമൊന്നുമില്ല. ഇല്ല, അവിടെ ഇപ്പൊ എത്താണ്ടെടുക്കലാല്ലെന്നാ തോന്നുന്നു. അവിടെ പോയിട്ട് ഫോൺ വിളിക്കലാന്ന് പള്ളിയിൽ നിന്നിട്ട്. എനിക്ക് ഇപ്പോൾ അതിന് സ്ഥലത്തിൽ എന്നുള്ളേ കൊണ്ടാടുന്നുണ്ട്. ഫോൺ വിളിക്കുന്നത് പിന്നെ മറ്റൊന്ന് വിളിക്കലല്ലേ നല്ലത്. ഇതൊന്നും പോയി കിട്ടിയാൽ മതി എന്നാണ് നമ്മൾ വിചാരിക്കല്. ഇമാമ് പുറപ്പെട്ടാൽ തൊവിയത്ത് സുഹഫ്, മലായിക്കത്ത് ഇരിക്കാണ്ടാക്കുന്ന സുഹഫുണ്ടല്ലോ അത് പൂട്ടിവെച്ച്. ഇപ്പോൾ റഫിയത്തില്ല കലാമ്, പേനയും ഉയർത്തി. എന്താ വെച്ചാൽ ഇനി വന്നാൾക്ക് അതിലിടൂല. വജ്തമഅത്തിൽ മലായികത്തു ഇൻദൽ മിംബരി, മിംബറിന്റെ അടുക്കൽ മലായികത്ത് ഒരുമിച്ച് കൂടും. യസ്തമിഊന ദിക്റ, അവർ ഖുതുബനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തെല്ലോ പ്രസംഗിക്കലൊന്നും ഖുതുബയല്ല, രാഷ്ട്രീയ കാര്യം, മറ്റേ കാര്യം, വോട്ടും ഇതെല്ലാം ഖുതുബയിൽ പ്രസംഗിക്കണ്ടി. അത് 2 മണിക്കൂർ പ്രസംഗിക്കണം. ഇല്ലാളെ പൊതുവെല്ലാം കൊണ്ട് മുറിഞ്ഞ് കാരണം ഞങ്ങൾക്ക് ഇരിക്കുന്ന പൊതുവില്ലാണ്ട് നിൽക്കാൻ. അത് ഇന്നുറങ്ങ അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു ഇന്നുറങ്ങിയ ഒന്ന് പറയൂലേ. കടന്നുറങ്ങിയിട്ട് തന്നെ എണീച്ച് താമസിച്ചാലാണ് കേട്ടിട്ടുണ്ട്. അത് കട പറഞ്ഞാൽ രക്ഷപ്പെടാം. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ ഒന്നും മുറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ. ويقال إن الناس في قربهم عند النظر إلى وجه الله تعالى على قدر بكورهم إلى الجمعة. അള്ളാഹുവിനെ നോക്കാൻ വേണ്ടിയിട്ട് ലിഖായിൻ്റെ നേരത്തെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നില്ലേ, അത് ഏത് ഇതാണ്? ജുമാക്ക് നേരത്തെ പോയ കതിരനുസരിച്ചാണ്. അവറദഹുൽ അബൂ താലിബിൽ മക്കീ കൂത്തുൽ കുലൂബിൽ അത് നിവേദനം ചെയ്തിട്ടുണ്ട്. മിൻ ഗൈരി അസ്ബിൻ, ആരെ ഹദീസാണെന്നും പറഞ്ഞിട്ടില്ല. അസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നാള് പറഞ്ഞ ഹദീസും യുക്കാലും. സുമ്മ ഇദാ ദഖൽതൽ ജാമിഅ, നീ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ഫതുലബി സഫൽ അവ്വൽ, ഒന്നാമത്തെ സഫ് തേടിക്കോ. വൈദജ്തമഅന്നാസു, ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഫലാ തതഖത്ത റിഖാബഹും, അവരെ പരടി ചാടി കിടക്കാൻ പാടില്ല. വൈകിട്ട് വിരിഞ്ഞ നേരത്തെ വന്നാളെ പെരടിയിൽ ചവിട്ടി കടത്തി അവർ തഫ്സീർ വരുത്തിക്കൊണ്ടല്ലേ കിടക്കുന്നത്. അവർ അത് ഉപേക്ഷിച്ച അവിടെ ബോൾ അടിക്കാൻ മാത്രം സ്ഥലം ഉപേക്ഷിച്ചിട്ട് പിന്നെ ഇവ മിറ്റത്തൊക്കെ വേണ്ടി. പിന്നെ അത് അവരുടെ പോരായ്മയുണ്ടല്ലോ. ജനങ്ങൾ മുമ്പിലിരിക്കുന്ന ജനങ്ങൾ ചെയ്യേണ്ട ചെയ്തിട്ടാണ് വെക്കുന്നത്. എന്താ ഫഖദ് വറദ ഫീഹി വഈദുൻ ശദീദ്, കഠിനമായ താക്കീത് വന്നിട്ടുണ്ട്. വഹുവ അന്നഹു യുജ്അലു ജിസ്റൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനെ പാലമാക്കി മാറ്റും. യതഖത്താഹു നാസ്, അതിൽ കൂടി ജനങ്ങൾ കടന്നു പോകുന്നതാണ്. ചിലപ്പോൾ ഗെയിമ മുസാഫ് ഉണ്ടെങ്കിൽ മുസാഫിന്റെ മുകളിലേക്കും കാര്യം. വലാ തമുറ ബൈന അയ്ദീഹിം, നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ കൂടെ നടക്കാനും പാടില്ല. വജ്ലിസ് ബിഖുർബി ഹായിത്തിൻ ഔ ഉസ്തുവാനത്തിൻ ഹത്താ ലാ യുമറ ബൈന യദൈക, നീ എന്താക്കണം? ഒരു ചുമരിന്റെ അടുത്തോ അല്ലെങ്കിൽ തൂണിന്റെ അടുത്തോ പോയി നിൽക്കിരിക്കണം. നിന്റെ മുമ്പിൽ കൂടി മറ്റുള്ള ആളെ നടന്നുകൊണ്ട. വഫിൽ ഹദീസി ലഅൻ യകൂന അർറജുലു റമാദൻ ഔ റമീമൻ തദ്റുഹു റിയാഹു, കാറ്റടിച്ച് പരത്തിക്കളയുന്ന വെണ്ണീരി അല്ലെങ്കിൽ നുറുമ്പിയ എല്ലുകളാവലി, അതാണ് ഖൈറുല്ലഹു, അവന്റെ ഗുണകരം. പിന്നെ ഞമുറ ബൈന യദയിൽ മുസല്ലി, നിസ്കരിക്കുന്നതിന് മുമ്പിൽ കൂടെ നടക്കുന്നതിനെ കാണാവുന്നതാണ്. അതും എന്താണ് ഓർക്ക് തഫ്സീർ വെച്ചാതിരിക്കണം. 10 നടക്കുക 8 നിൽക്കാരം ബൈയൊന്നും പോണ്ട.
കസേര വെച്ചാൽ അത് തെർത്തീപില്ലേ, മറക്ക് പ്രത്യേകം തെർത്തീപില്ലേ ചുമര്, അതായത് സ്ഥായി ആയതും ഗൈറ സ്ഥായി ആയതും. സ്ഥായിയല്ലേ ചുമര് തൂണ് പോലത്തത്, അതുണ്ടാകുന്ന അവസരത്തിൽ അവിടെ ഒരു പഠിക്കേണ്ട എടുത്ത് വെച്ചാലും മൊബൈൽ ഫോൺ വെച്ചാലും മറയാവുക, അത് കൂട്ടൂലല്ല. അതുപോലെ നീണ്ട മെഹ്റാബ് ഉണ്ടാവും, ഇമാമിന്റെ മറയില്ല, ആളെന്താക്കും ഒരു കണ്ട മക്കളെ കൊണ്ടുപോകും ഒന്നും അറിയായ. ഒരു പള്ളിയിൽ നീണ്ട മറയുണ്ട്, എന്റെ അമ്മ പറഞ്ഞു കൊടുത്ത അടങ്ങിയ മുമ്പിൽ ഒരു അറമളയാക്കുക മുസാഫെല്ലാം വെക്കുന്നേ. അപ്പൊ വേറൊരു ആലിമിന് കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ ആരോ ഒരു ആലിമ് നേതൃത്വം കൊടുത്ത മാതിരി ഉണ്ടല്ല. നേതൃത്വം കൊടുത്താലും പോരല്ല, സ്വീകരിക്കുന്ന ആളാണല്ലേ, സ്വീകരിക്കൂലല്ല. വളരെ ധിക്കാറാണ് കൊമ്മട്ടിക്ക്, അതിന് സ്പെല്ലിംഗ് തന്നെ അങ്ങനെയാണ്. കൊമ്മട്ടി എന്ന് പറഞ്ഞാൽ വളം നിർത്താൻ കഴിയാത്ത സാധനം എന്നാണ്. ഇങ്ങനെ വരുന്ന കുറേ അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. ولا تقعد حتى تصلي التحية. ഹദീസാണ്, 2-ാം നമ്പറല്ലേ. ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി, നമസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടി നടക്കുന്ന ഒരാള് അറിഞ്ഞിരുന്നുവെങ്കിൽ മാദാ അലൈഹി, അവന്റെ മേലിലുള്ള ശിക്ഷ അല്ലെങ്കിൽ അവന്റെ ഗൗരവം, ലക്കാന യഖിഫ 40, 40 നിൽക്കൽ. 40 നിൽക്കൽ എന്ന് വെച്ചാൽ 40 ഖൈറുൽ ലഹു മിൻ അൻ യമുറ ബൈന യദൈഹി, 40 മുഴം ദൂരത്തുനിന്നോ അല്ല 40 കൊല്ലം ദൂരത്തുനിന്നോ എന്തായിക്കോട്ടെ അവിടെ മുബഹമാക്കി വിട്ടു. ഇനി വലാ തതുറുക്കി തഹിയ്യത്ത് വലാ തഖൂദ് ഹത്താ തുസല്ലിയ തഹിയ്യത, തഹിയ്യത്ത് നമസ്കരിക്കാതെ കണ്ടിരിക്കാൻ പാടില്ല. വഹസനുൻ അൻ തുസല്ലിയ 4 റക്അഅത്തിൻ, വെറും തഹിയ്യത്തോട് മതിയാക്കാതെ 4 റക്അത്ത് നിസ്കരിക്കലാണ് ഹസൻ. തഖറഉ ഫീ കുല്ലി റക്അഅത്തിൻ ബഅദൽ ഫാത്തിഹത്തി, എന്തോദണം സൂറത്തുൽ ഇഖ്ലാസ് 50 മറ, 50, അപ്പോൾ 200 ഇഖ്ലാസായി. വഫിൽ ഖബരി അന്ന മൻ ഫഅല ദാലിക, അപ്രകാരം ചെയ്താൽ ലം യമുത് ഹത്താ യറാ മഖഅദഹു മിനൽ ജന്നതി, സ്വർഗത്തിൽ നിന്ന് അവൻ്റെ ഇരിപ്പിടം കാണാത്തതോളം അവൻ മരിക്കൂല എന്ന് പറഞ്ഞു. ആ യുറാലഹു ദാലിക, അത് റിവായത്തിന്റെ വ്യത്യാസം, ഒന്നെങ്കിൽ കാണും അല്ലെങ്കിൽ കാണിക്കപ്പെടും. അല്ല 40 റക്അത്തല്ലേ, 50 ഓതിയാലത്തിന് 200 ആയില്ലേ. വലാ തത്റുക്കി തഹിയ്യത, തഹിയ്യത്തിനെ ഒഴിവാക്കണ്ട. വഇൻകാന ഇമാമ യഖ്തുബു, ഇമാമ ഖുതുബ ഓതുന്നുണ്ടെങ്കിലും തഹിയ്യത്ത് ഒഴിവാക്കണ്ട എന്നാണ്. വമിന സുന്നത്തി, സുന്നത്തിൽപ്പെട്ടതാണ് അൻ തഖറഅ ഫി 4 റക്അഅത്തിൻ. ഇല്ല, തഹിയ്യത്ത് ചെയ്യിക്കാം. റവാത്തിബ് തഹിയ്യത്താണ് അവിടെ ബാധ്യതയായിട്ടുള്ളൂ. പിന്നെ സൂറത്തുൽ അൻആം, സൂറത്തുൽ കഹ്ഫ്, ത്വാഹ, യാസീൻ 4 സൂറത്തില്ലേ. ഫഇല്ലം തഖ്ദീർ, അതിന് കഴിയില്ലെങ്കിൽ സൂറത്ത് യാസീൻ, അൽഫ് ലാം മീം, സജദ, ഹാമീം, ദുഹാൻ, മുൽക്ക്, ഇത് 4 റക്അത്തിൽ ഓതുക. വലാ തദഅ ഖിറാഅത ഹാദിഹി സുബരി ലൈലത്തുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച രാവ് ഓതൽ ഒഴിവാക്കിയേ വേണ്ട. ഫഫീഹാ ഫദ്ലുൻ കസീർ, അത് ധാരാളം ഫദ്ലുണ്ട്. വമല്ലാ യുഹ്സിനു ദാലിക, അതൊന്നും അറിയാത്ത ആളെന്താക്കണം, ഫൽ യുക്സിർ ഖിറാഅത സൂറത്തുൽ ഇഖ്ലാസ് ഓതൽ അധികരിപ്പിക്കട്ടെ. വാക്സിരി സ്വലാത്ത അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കണം. ഫീ ഹാദിൽ യൗമി ഖാസത്തൻ, ഈ ദിവസത്തിൽ പ്രത്യേകിച്ചും. ഇനി വമഹുമാ ഖറജൽ ഇമാമു, ഇമാമ് ഖുത്ബക്ക് വേണ്ടി പുറപ്പെട്ട് നഫഖത ഇസ്സലാത്ത വൽ കലാമ, നമസ്കാരവും ഒഴിവാക്ക് കലാമും ഒഴിവാക്ക്. ആ വീട്ടിൽ നിൽക്കിച്ചാൽ ഈ ബുക്കൂറിന്റെ പദായി നഷ്ടപ്പെടില്ലേ, അനിഷ്ടയില്ലാതെ ഉണ്ടാവുള്ളൂ. ഓതിന്റെ കൂലി കിട്ടും.
പക്ഷെ ബുക്കൂർ എന്ന് പറയുമ്പോൾ രണ്ടും കൂടെ കിട്ടണമെങ്കിൽ ഈ പള്ളിയിൽ തന്നെ വേണ്ടേ? അപ്പൊ ബുക്കൂർ എന്ന് പറഞ്ഞാൽ പരക്കം തിന്നാ ബുക്കൂർ കിട്ടുമോ? ഇനി മുഅദ്ദിനിന്റെ ജവാബ് പറയുന്നത് റസൂലായിക്ക് സുമ്മ ബിസ്തിമാഇൽ ഖുതുബത്തി, പിന്നെ ഖുതുബ കേൾക്കൽ കൊണ്ടും വൽ ബിഹ, അതുകൊണ്ട് പാഠം അനുഭവിക്കലും. അത് ഇമാം ഇന്നതൊക്കെയാണ് പറഞ്ഞത്. വദഇൽ കലാമ റഗ്സൻ ഫിൽ ഖുതുബത്തി, കലാം പറ്റ ഒഴിവാക്കണം ഖുതുബയിലെ. ഫഫിൽ ഖബറിലുണ്ട് അന്ന മൻ ഖാല ലി സാഹിബിഹി വൽ ഇമാം യഖ്തുബു അൻസിത് ഔ സഹ് ഫഖദ് ലഗാ വമൻ ലഗാ ഫലാ ജുമുഅത ലഹു. അല്ലാ, ഒരാൾ കാല പറഞ്ഞ് സാഹിബിനോട് യഥാർത്ഥത്തിൽ ഹാലെന്താണ്? വല്ലിമാമ് യഖ്തുബു, ഇമാമ് ഖുതുബ ഓതുന്നു. എന്താ പറഞ്ഞ? കാലാന്റെ മക്കൂലാണ് അൻസിറ്റ്. അപ്പൊ ചെറിയൊരു കലിമത്തേ പറഞ്ഞിട്ടുള്ളൂ. ഔസഹ് അല്ലെങ്കിൽ രണ്ടക്ഷര പറഞ്ഞു, മുണ്ടാതിരിക്കും. ഫഖദ് ലഗാ, എന്നാ അവന്റെ കൂലി നഷ്ടപ്പെട്ട്. ലഗവ് ചെയ്താൽ ഫലാ ജുമുഅത ലഹു, ജുമുഅന്റെ കൂലിയില്ല. ആംഗ്യം കൊണ്ട് പറഞ്ഞ കലാമാവില്ലല്ല. കലാമുന ലഫ്ളും മുഫീദെന്നല്ല പറഞ്ഞു. മുഫീദായ ലഫ്ള് വേണ്ടേ? ഇപ്പൊ ഫോൺ വിളിക്കല്, പെട്ടിയിരുട്ടല്, കാരണം ഇറന്നിട്ട് വേണമല്ല ഹത്തീബിക്കാക്കെല്ലാം കൊടുക്കാൻ. പള്ളിക്ക് കോപ്പുണ്ടാവും, അത് കമ്മിറ്റിക്കാരെ ബിസിനസ്സിലുണ്ടായാലേ പൈസ എല്ലാം. കോപ്പുള്ള പള്ളിയാണെങ്കിൽ പ്രത്യേകിച്ചിട്ടു. അപ്പൊ ഈ കൗലുഹു അൻസിറ്റ് എന്ന് പറഞ്ഞ ആ കൗല് കലാമുണ്ട്, അതൊരു കലാമെന്നാണ്. ഇശാറത്ത് കൊണ്ട് വിരോധിക്കാം, ലാബിൽ ലഫ്ളി, ലഫ്ള് കൊണ്ട് വിരോധിക്കണ്ട. ഇമാമിനോട് തുടരുക. കമാ സബഖ, അത് മുമ്പിൽ ബാബി പറഞ്ഞിട്ടുണ്ട്. ഫൈദാ ഫറഗ്ത വസല്ലംത, നീ അതിൽ നിന്ന് ഒഴിവായി സലാം വെട്ടിക്കഴിഞ്ഞാൽ ഫഖറഇൽ ഫാത്തിഹ ഖബ്ല അൻ തതകല്ലമ, സംസാരിക്കുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ ഓതണം. 7 മർറാത്തിന്, 7 വട്ടം. അപ്പോൾ 7 മർറാത്തിന് താലൂക്കടുത്തേക്ക് ഫഖറയിലേക്ക്, അല്ലാണ്ട് 7 വട്ടം സംസാരിക്കുന്നതിന് മുമ്പ് എന്നല്ല. പിന്നെ ഇഖ്ലാസ് 7. ഈ കലാമിൻ്റെ ഓരോ മുന്തലും ബിദ്ദലും കൊണ്ട് എന്താക്കുന്നറിയോ? അള്ള ദുന്യാവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന്. അള്ളയുടെ ദുന്യാവ് ജീവിച്ചിരിക്കല് നല്ലൊരു ദ്വായന കേട്ടതാണ്. അത് ലഹനുൽ കലാം. അപ്പൊ ഇഖ്ലാസ് മഅബദത്തേനി ഫദാലിക യഅസിമുക മിനൽ ജുമുഅതി ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റേ ജുമുഅയിൽ എന്താക്കും? അല്ലാഹു തആല പാപങ്ങളെ തൊട്ടെല്ലാം സംരക്ഷിക്കുന്ന. വഹക യകൂനു ഹിർസൻ ലക മിനശ് ശൈത്വാൻ, തൊട്ട് കാവലുമാണ്. വഖുൽ ബഅദ ദാലിക അല്ലാഹുമ്മ യാ ഗനിയ്യു യാ ഹമീദു. അല്ല അക്ബറിനെ അല്ല, അദ്കാർ കഴിഞ്ഞാൽ ഈ അക്ബറിന്റെ കൂലി കിട്ടൂലല്ല. ഇത് വെള്ളിയാഴ്ചന്റെ ഖുസൂസല്ലേ. കാല നിൽക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന് പിന്നെ ഇരുത്തത്തിന് പ്രയാസമുള്ള ഓട്ടർക്കെല്ലാം അന്ന് ഒരു നേരത്തെ കൊടുത്തുന്നല്ല. ഒരേ എത്തിരിക്കാൻ കഴിയാത്ത ആളുണ്ടാവും. രോഗി ഓനിക്ക് പ്രത്യേക ഹുക്കുമാന്നല്ലോ. രോഗികൾക്ക് ഹുക്കുമുണ്ട്, പെണ്ണുങ്ങന്മാർക്ക് ഹുക്കുമാരുണ്ട്, മുസാഫിന് ഹുക്കുമ വേറെ ഉണ്ട്, മുഖീമിൻ്റെ ഹുക്കുമ വേറെ ഉണ്ട്, അല്ലേ? എല്ലാവർക്കും ഒറ്റ ഹുക്കുമല്ല. ദീനിൽ എല്ലാവർക്കും വിശാലത ഉണ്ട്. യാ ഗനിയ്യു യാ ഹമീദു യാ മുബ്ദിഉ യാ മുഈദു യാ റഹീമു യാ വദൂദു അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക്. എല്ലാവർക്കും അറിയുന്നത് പോയാണ്. സുമ്മ സല്ലി ബഅദൽ ജുമുഅത്തി, പിന്നെ ജുമുഅക്ക് ശേഷം നമസ്കരിക്കണം. റക്അത്തൈനി, 2 ഔ 4 അല്ലെങ്കിൽ 4 ഔ 6. ഫക്കുല്ലു ദാലിക മർവിയും ഫി അഹ്മാലി മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ അവസ്ഥയിൽ ഇതിങ്ങനെ എല്ലാം വാരിതായിട്ടുണ്ട്.
അത് അനസ് റളിയല്ലാഹുവിന്റെ റിവായത്തിൽ അല്ലാഹു മക്ഫിനി ബിഹലാലിക റിയാദുസ് സാലിഹീനതാണ്. അല്ലാഹു മക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ സുമ്മ സല്ലി ആഗിനില്ല സുമ്മ ലാസിമിൽ മസ്ജിദ ഇലൽ മഗ്രിബി, മഗ്രിബിൽ തന്നെ പള്ളിയിൽ തന്നെ ഇരുന്നോന്നാണ്. ഔ ഇലൽ അസ്രി, അല്ലെങ്കിൽ അസ്ർ വരെ ഇരുന്നോ. വകുൻ ഹസനൽ മുറാഖബത്തി ലിസ്സാഅത്തി ശരീഫ, ആ ദുആക്ക് ഉത്തരമുണ്ടെന്ന് പറഞ്ഞ ആ സാഅത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഇരുത്താന്നത്. ഫഇന്നഹാ മുംഹമത്തുൻ ഫീ ജമീഇൽ യൗം, പകൽ മുഴുവനും അത് മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പം ജുമ കഴിഞ്ഞ ഉടനെ ഇരിക്കും. ഫഅസാകാൻ തുദ്രികഹ, അപ്പം നീ കാത്തിരിപ്പുണ്ടെന്താക്കുക, അത് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെ ഇരിക്കണം? വഅൻത ഖാശിഉൻ ലില്ലാഹി തആല മുതല്ലദീൻ, താഴ്മയോടുകൂടി ഇരിക്കണം. പക്ഷെ എല്ലാത്തിനും മൊബൈൽ ഫോണത്തെ അവസ്ഥയാണ്. വലാ തഹ്ദുറു ഫിൽ ജാമിഇ, ജാമിഅയിൽ നീ പങ്കെടുക്കേണ്ടാൽ ഹിലക്ക ഉണ്ടാവും. പട്ടത്തിൽ നിന്നിട്ട് അന്നേരം ഭർത്താനം തുടങ്ങും. ഇതിലില്ലാത്ത ഭർത്താനം ഇടുന്നോ ഉറവൂട്ടി വരെയെന്ന്. ഇവൻ ഒറ്റക്കാണെങ്കിൽ അങ്ങനത്തെ ഭർത്താനേ ഇല്ലല്ലോ, മോചൂദേ ഇല്ലല്ലോ. അപ്പം ഏതോ അതമിൽ നിന്നിങ്ങനെ വരുന്നുണ്ട് ഭർത്താനങ്ങൾ. അല്ല പുറത്താക്കിയാൽ നന്നായി. വലാ തുജാലിസിൽ ഖുസ്സാസ, കിസ്സ പറയുന്ന ആളൊക്കെ ഇരിക്കണ്ട. ബൽ മജ്ലിസൽ ഇൽമിൻ നാഫിഹായ, ഇൽമിൻ്റെ മജ്ലിസ് ഉണ്ടെങ്കിൽ ഇരുന്നോന്ന്. അതാണ് മുബർ പറയും. വഹുവല്ലദീ യസീദു ഫീ ഖൗഫിക മിനല്ലാഹി തആല, അല്ലാഹനെ സംബന്ധിച്ചുള്ള ഖൗഫിനെ വർദ്ധിപ്പിക്കുന്ന ഇൽമാണ് നാഫിയായ ഇൽമ്. വയൻഖുസു മിൻ റഗ്ബതിക ഫി ദുനിയ, ദുനിയാവിലുള്ള ആഗ്രഹം കുറക്കുന്നതാണ് ഇത് നാഫിയായ ഇൽമ്. ഫകുൽ ഇൽമിൻ ലാ യദ്ഉക മിനദ് ദുനിയ ഇലൽ ആഖിറ, ദുനിയാവിൽ നിന്ന് ആഖിറത്തിലേക്ക് നിന്നെ വിളിക്കാത്ത ഇൽമുണ്ടല്ലോ. ഫൽ ജഹലു, അതിനേക്കാണ് നല്ലത് ജഹിലാണ്. അപ്പം മൂന്നുണ്ട്: ആഖിറത്തിലേക്ക് വിളിക്കുന്ന ഇൽമുണ്ട്, വിളിക്കാത്ത ഇൽമുണ്ട്, ജഹിലുണ്ട്. ഏറ്റവും അഫ്ളലേത്? ആഖിറത്തിലേക്ക് വിളിക്കുന്ന ഇൽമ്. കഴിച്ച് ബാക്കി രണ്ടുണ്ട്. ആ രണ്ടിൽ ഏതാ അഫ്ളല്? ജഹല അഫ്ളല്. ഫൽ ജഹലു അഅൂദു അലൈക മിൻഹു, ആ ഇൽമിനാക്കാണ് ജഹിലാണ് ഏറ്റവും നല്ലത്. അന്ന ഹുളൂറ മജ്ലിസ് ഇൽമിൻ അഫ്ളലു മിൻ സ്വലാത്തി അൽഫി റക്അത്തി. ഫഖദ് റവ അബൂ ദർ റളിയല്ലാഹു അൻഹു വന്നു. ഫസ്തഇദ് ബില്ലാഹി തആല മിൻ ഇൽമിൻ ലാ യൻഫഉ വലാ യൻബഗി അൻ യതകല്ലമ ഫിൽ ജാമിഇ വഗൈരിഹി മിനൽ മസാജിദ് ബിഹദീസി ദുനിയാ, ദുനിയാവിൻ്റെ സംസാരം കൊണ്ട് പള്ളിയിലോ ജാമിയിലോ, ഇത് മറ്റുള്ള പള്ളിയായാലും ജാമിയായും തിരക്കുള്ള, ഗൈരിഹി മിനൽ മസാജിദ് സറാമ്പിയാലും തിരക്കുള്ള. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യഅതി അലന്നാസി സമാനുൻ യകൂനു ഹദീസുഹും ഫീ മസാജിദിഹിം ബിഅംരി ദുനിയാഹും, ഒരു കാലം വരുന്നുണ്ട് വേറെ ദുനിയാവിൻ്റെ സംസാരം പള്ളിയിലായിരിക്കും. അങ്ങാടിന്ന് പറഞ്ഞ ഭർത്തന്മാർക്ക് ബാക്കി പള്ളിയിൽ പോയി നിന്നിട്ട് പറയാമെന്നാണ് പറയില്ലേ. നാളെ AC ഉണ്ടല്ല. ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, ഓർക്ക് അള്ളാഹ്ക്ക് ഓരെ കൊണ്ട് ആവശ്യമില്ല, അവരെ ഒഴിവാക്കിയെന്നാണ്. പല തുജാലിസും അവരെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല. അല്ല കൈവടിഞ്ഞ കൂട്ടർ. സൂര്യോദയത്തിൻ്റെ അവസരത്തിൽ ദുആന വർദ്ധിപ്പിക്കണം. വഇൻദ സവാലിൻ്റെ അവസരത്തിലും, വഇൻദ ഖുറൂബിൻ്റെ നേരത്തും, വഇൻദൽ ഇഖാമത്തിൻ്റെ നേരത്ത്, വഇൻദ സുഊദിൽ ഖതീബിൽ മിമ്പർ, ഖതീബ് മിമ്പറിൽ കയറുന്ന അവസരത്തിലും, വഇൻദ ഖിയാമിൻ നാസി, ജനങ്ങൾ ഇഖാമത്തിൽ എണീക്കുമല്ലോ അവസരത്തിലും, ഇല സലാത്തി. ഫയൂഷികു അൻ തകൂന സാഅത്തു ശരീഫത്തു ഫീ ബഅദി ഹാദിഹിൽ ഔഖാത്ത്, ഈ പറയപ്പെട്ട സമയത്തിൽ ഏതെങ്കിലും ആവാം ഏത് സാഅത്തുൽ ശരീഫ, ദുആന്റെ ഉത്തരത്തിൻ്റെ. വജ്തഹിദ് അൻ തതസദ്ദഖ ഫീ ഹാദിൽ യൗമി, ഈ ദിവസത്തിൽ നീ സദഖ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ബിമാ തഖ്ദിറു, എന്തെങ്കിലും കഴിവുള്ളത്, അലൈഹി വൈൻകൽ, അത് ഏറ്റവും കുറഞ്ഞാലും തിരക്കുള്ള. വമിനൽ ഉലമായി മൻ കരിഹ സദഖത അലാ സുആലിൽ ജാമിഇൽ ലദീ യതഖത്തൂന റിഖാബൻ നാസി, ജനങ്ങൾ പെരടി ചവിട്ടിക്കിടന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളില്ലേ, അവർക്ക് സദഖ കൊടുക്കാനേ പാടില്ല. അപ്പോൾ പെട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ
ഇല്ലാ യസ്അല ഖായിമൻ ഔ ഖായിദൻ ഫീ മകാനിൻ മിൻ ഗൈരി തഖത്തിൻ, ചവിട്ടിക്കിടക്കാതെ കണ്ടൊരു സ്ഥലത്ത് ഇരുന്നിട്ട്. ഇപ്പോൾ അബുദാബിയിലെല്ലാം പള്ളിയിലെല്ലാം കാണല്ല, മാനക്കസമാലം മീൻ സദക്ക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ പള്ളിയിൽ പുറത്ത് നമ്മളെ പള്ളിയിലില്ലേ ഹദീസ് എല്ലാവരും കാണപ്പെടാതെ മാനക്കസമാലം മീൻ സദക്ക, മാനക്കസമാലം മീൻ സദക്ക. അപ്പം എല്ലാം എത്ര പണി കിട്ടി. ഇപ്പൊ നമസ്കാരമായി, സദക്കയായി, സൗമായി, ഖിറാഅത്തായി, ദിക്റായി, ഇഅ്തികാഫായി എല്ലാം അത് കിട്ടി. വജ്അൽ ഹാദൽ യൗമ മിനൽ ഉസ്ബുഇ ഖാസ്സത്തൻ ലിആഖിറതി, ആഴ്ചയിൽപ്പെട്ട ഈ ഒരു ദിവസം ആഖിറത്തിന് ഖാസായിട്ട് നീക്കി വെച്ചോന്നാ പറഞ്ഞു. ഫഅസാഹു അൻ യകൂന കഫാറത്തൻ ലിബഖിയത്തിൽ ഉസ്ബുഅ, അപ്പോൾ ആഴ്ചയിൽ ബാക്കിയുള്ള 6 ദിവസങ്ങളിൽ സംഭവിച്ച എല്ലാത്തിനും കഫാറത്താവാനും സാധ്യതയുണ്ട്. ഇതെല്ലാം ചുരുക്കി പറഞ്ഞേ ഉള്ളൂ. സിയാമാണ് അതിപ്പോൾ എടുക്കട്ടെ. ഹജ്ജ്